ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. രാവിലെ തന്നെ കടല വേവിക്കാനായിട്ട് കുക്കറിലിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടദോശയാണെങ്കിലും നമ്മൾ മുളക് ഇടുന്നില്ല കേട്ടോ, കാരണം കുഞ്ഞുങ്ങൾക്ക് കഴിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ മുളകിടാത്ത അടദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ചുടുവാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് റെഡിയായി. എനിക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയായെങ്കിൽ നിങ്ങൾക്കും യു ക്യാൻ ഡു ഇറ്റ്. അപ്പം ഞാൻ വലിയ കുക്കൊന്നും അല്ലാന്ന് അറിയാമല്ലോ. ഈ പാചകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള തോരനുള്ള പച്ചക്കറിയൊക്കെ അരിയുവാണ്. ബീൻസും ക്യാരറ്റും കൂടെയുള്ള തോരനും പിന്നെ ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാറും. എല്ലാം ഇന്നൊരു തട്ടിക്കൂട്ടായിരുന്നു, കാരണം രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എല്ലാം പെട്ടെന്ന് നടക്കും, എല്ലാം കറക്റ്റായിട്ടുള്ള കറികളൊക്കെ ആകും. പക്ഷേ ഇന്നത്തെ ദിവസം എഴുന്നേറ്റപ്പം ഒന്ന് ലേറ്റായിപ്പോയി. രാവിലെ എഴുന്നേറ്റതാ, പിന്നെ കുഞ്ഞെണീറ്റപ്പോൾ കൂടെ കിടന്നുറങ്ങി, ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ലേറ്റായതുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ ഇതൊക്കെ. അപ്പം തോരൻ വെക്കാനായിട്ട് തേങ്ങ എല്ലാം കൂടെ ഈ അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറിയിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഉപ്പും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് തിരുമ്മി അങ്ങനെ തോരൻ വെക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയിട്ട് പാൻ വെച്ച് കടുക് പൊട്ടിച്ച് അതിലിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി എടുക്കാനാണ് ഞാൻ വിചാരിച്ച് വെച്ചേക്കണത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് വെക്കുവാണ്. സാമ്പാറാണെങ്കിലും അങ്ങനെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നാൽ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള തന്നെ സാമ്പാറാണ്. അപ്പോൾ അതിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കടുക് താളിച്ചിട്ട് ഇത് തട്ടിയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിങ്ങെടുത്താൽ മതി. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ തോരനൊക്കെ വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും അടിക്കണം, നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ആ വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അന്നേരം അടുത്ത അടുപ്പിൽ ചോറും വെന്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് സാമ്പാറിനായിട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ പച്ചക്കറിയും പരിപ്പും കൂടെ ഇട്ട് അതും നമുക്ക് കുക്കറിലൊരു 2-3 വിസിൽ കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ സാമ്പാറും പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ സാമ്പാറിന് ഇത് മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ്റെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റുള്ള തോരൻ റെഡിയായി. അപ്പോൾ തോരൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കുള്ളത് തോരൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സാമ്പാർ കുക്കറിൽ, അതും പെട്ടെന്ന് റെഡിയാവും. കുക്കറിൽ വെച്ച് വിസിൽ 3-4 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് റെഡിയാവും. അപ്പോഴത്തേക്കും അടുപ്പത്ത് വേറൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സാമ്പാർ പൊടി ഡയറക്റ്റ് ഞാൻ ഇതിലോട്ടിടും. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പച്ചക്കറിയെല്ലാം കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കായവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡി. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉള്ള സാമ്പാറാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ തട്ടിക്കൂട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ
കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്